ഇനി ചിലരെന്താ ചെയ്യുന്നത്, ഒരു കയ്യിൽ മുസ്ഹാഫ് പിടിക്കാം, മറ്റേ കയ്യിൽ നിലത്തുത്തിയിട്ട് ഇങ്ങനെ സുജൂദ് ചെയ്യാം. അപ്പൊ ഇക്കയ്യിൽ മുസ്ഹാഫ്, എന്നിട്ട് ഈ കയ്യിന്റെ ഇങ്ങനെ മുസ്ഹാഫ് പിടിച്ചോണ്ട് ഇങ്ങനെ വെച്ചിങ്ങനെ ഇങ്ങനെ വെച്ചാൽ സുജൂദ് സഹിയാവോ? തിലാവത്തിന്റെ സുജൂദിന് മറ്റെന്തൊക്കെ സുജൂദിനുള്ള എല്ലാ ആ അർക്കാനും അത് ഉണ്ടായിരിക്കണം. തിലാവത്തിന്റെ സുജൂദ് ചെയ്യുമ്പോൾ ഞാൻ ഓത്തിന്റെ സുജൂദ് ചെയ്യുന്നു എന്ന് നീയത്ത് വെച്ച് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് തക്ബീറത്തുൽ ഇഹ്റാം ചെല്ലണം. അല്ലാഹു അക്ബർ എന്ന് പറയണം. ഓതുന്നിടത്തുനിന്ന് ഒരു ഒറ്റ പോക്കണ് പോയാൽ പോരാ, മറിച്ച് ഓത്തിന്റെ സുജൂദ് ഞാൻ ചെയ്യുന്നു എന്ന് നീയത്ത് വെച്ച് അല്ലാഹു അക്ബർ, എന്നിട്ട് സുജൂദിലേക്ക് പോവാ. അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് സുജൂദിലേക്ക് പോവാ. എന്നിട്ട് ഒറ്റ സുജൂദ്, രണ്ട് സുജൂദില്ലല്ലോ. സജദ വജ്ഹിയ ലില്ലദി ഓതുന്നതൊക്കെ നമുക്ക് കിട്ടുന്നുണ്ടാവും. സാധാരണ ചില സുബ്ഹാന റബ്ബിയൽ അഅ്ലാ ബിഹംദി, ഇനി ഒന്നും ചൊല്ലിയില്ലെങ്കിലും കുഴപ്പമില്ല. സജദ വജ്ഹിയ ലില്ലദി ഖലഖഹു വസവ്വറഹു വശഖ സമഅഹു വബസറഹു ബിഹൗലിഹി വഖുവ്വതിഹി ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. എന്നിട്ട് അവിടെ നിന്ന് തക്ബീർ ചൊല്ലി പൊന്തിയിട്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, സലാം